ട്രേഡിംഗ് സ്ട്രാറ്റജീസിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആർബിട്രേജേഴ്സ് അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജീസാണ്. ആർബിട്രേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദ പ്രോസസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദി പ്രൈസ് ഡിഫറൻസ് ഓഫ് ദി സെയിം അസറ്റ് അറ്റ് ദ സെയിം ടൈം ഇൻ ടു ഡിഫറെൻറ്റ് മാർക്കറ്റ്. ഒരേ അസറ്റിനെ ഒരേ ടൈം ബൗണ്ടിൽ രണ്ട് മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രൈസിലുള്ള വേരിയേഷൻ, അത് തന്നെയാണ് ആർബിട്രേജേഴ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു രണ്ട് മാർക്കറ്റും ഒരേ സമയം യൂസ് ചെയ്തുകൊണ്ട് ട്രേഡിംഗ് നടത്തി ആ ഒരു പ്രൈസ് വേരിയേഷൻ പ്രോഫിറ്റാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് ആർബിട്രേജേഴ്സ് എന്ന് നമ്മൾ ഇതിനു മുന്നേ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഫ്യൂച്ചർ പ്രൈസ്, അതായത് അത് ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫെയർ വാല്യൂവിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആർബിട്രേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർബിട്രേജേഴ്സ് ഫ്യൂച്ചേഴ്സിൽ രണ്ട് സ്ട്രാറ്റജീസാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ബൈ സ്പോട്ട് ആൻഡ് സെൽ ഫ്യൂച്ചേഴ്സ്. ബൈ സ്പോട്ട് മീൻസ് സ്പോട്ട് മാർക്കറ്റ്, അതായത് സ്പോട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അവരെന്താ ചെയ്യുന്നത്, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ആ പ്രൈസ് വേരിയേഷനെ അവരെന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ട്രാൻസാക്ഷൻ ആയിട്ട് ചെയ്ത് നോക്കാം. When a trader notices that futures price on security seems to be more than its fair value and futures seems to be overpriced, he uses the strategy of buying spot and selling futures. അപ്പോൾ അവർ ആ ഒരു ആൻറ്റിസിപ്പേഷനിലൂടെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റീസ് വാങ്ങുന്നത്. അതായത് സെക്യൂരിറ്റീസിൻ്റെ ഫെയർ വാല്യൂ ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോഴേക്കും അത് ഓവർ പ്രൈസ്ഡായി മാറും എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ ഒരു അസംഷൻ, അങ്ങനെയുള്ളവരാണ് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ബൈയിങ് ദ സ്പോട്ട് മാർക്കറ്റിൽ നിന്നും ഷെയർസോ സ്റ്റോക്കോ അവർ വാങ്ങിക്കുന്നു, എന്നിട്ടത് ഫ്യൂച്ചേഴ്സിൽ അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ സെൽ ദ ഓവർ പ്രൈസ്ഡ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ബൈ ദി അണ്ടർലൈങ് അസറ്റ് ഇൻ സ്പോട്ടിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ്, അപ്പോൾ അവിടെ നമ്മൾ ഒരു കമ്മോഡിറ്റി വാങ്ങിക്കുന്നത്. ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളതിൻ്റെ ഓണേഴ്സ് ആവും. എന്നിട്ട് ഈ ഒരു അസറ്റ് അല്ലെങ്കിൽ ആ ഒരു അണ്ടർലൈങ് അസറ്റ് എന്താണ് ചെയ്യുന്നത്, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ അവരെന്ത് ചെയ്യുന്നു, സെല്ലിങ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ആ ഒരു പ്രീ ഡിറ്റർമിൻഡ് ടൈം ബൗണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു 1 മന്തോ 3 മന്തോ ഒക്കെ ഒരു ടൈം കിട്ടുന്നുണ്ട്. ആ ഒരു ടൈം വരെ ആ ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടെ ആർക്കുണ്ടായിരിക്കും, ഈ ഒരു ആർബിട്രേജേഴ്സിനുണ്ടാകും. ഓർ ക്യാരി ഇറ്റ് അണ്ടിൽ ദ മെച്യൂരിറ്റി ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് മെച്യൂർ ആവുന്നത് വരെ അവർ എന്ത് വയ്ക്കും, കൈവശം വെക്കും. ഇതിന് പറയുന്ന പേരാണ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ്. ആ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ മെച്യൂരിറ്റി ആവുന്നത് വരെ ആ ഒരു അസറ്റ്, അണ്ടർലൈങ് അസറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് അതിനിടയിൽ വേണമെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് ഫണ്ട് മേക്ക് ചെയ്യാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബൈ സ്പോട്ട് ആൻഡ് സെൽ ഫ്യൂച്ചർ വരുന്നത് എന്നൊരു എക്സാമ്പിൾ നോക്കാം. SBIയുടെ ഷെയർ അത് ട്രേഡ് ചെയ്യുന്നത് 1000 റുപ്പീസിനാണ്. ഈ 1000 റുപ്പീസിൽ സ്പോട്ട് മാർക്കറ്റിൻ്റെ റേറ്റാണ് 1000 റുപ്പി എന്ന് പറയുന്നത്. ഇറ്റ്സ് 1 month ഫ്യൂച്ചേഴ്സ് ആർ ബീങ് ട്രേഡഡ് അറ്റ് ₹1025. അതിൻ്റെ ഫ്യൂച്ചർ എഗ്രിമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, 1025 1025 ആയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ എഗ്രിമെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫ്യൂച്ചർ പ്രൈസ് സീംസ് ടു ബി ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് നമുക്ക് തോന്നാം. ഇപ്പോൾ ഇവിടെ ഒരു ആർബിട്രേജർ ഒരു റിസ്ക്ലെസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു മാനർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് 1 day 1 you ബോറോ ഫണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സ്പോട്ട് മാർക്കറ്റിലാണ് ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സ്പോട്ട് മാർക്കറ്റ്സ് നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ റെഡി ക്യാഷ് കൊടുക്കണം. ആ റെഡി ക്യാഷ് കൊടുക്കാൻ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ബോറോ, അതായത് ലോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കയ്യിൽ നിന്ന് വായ്പ എടുക്കേണ്ടി വരും. അങ്ങനെ ബോറോ ചെയ്ത ഫണ്ട് യൂസ് ചെയ്തിട്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്, ക്യാഷ് മാർക്കറ്റിൻ്റെ അതായത് സ്പോട്ട് മാർക്കറ്റിൽ 1000 റുപ്പീസ് കൊടുത്തിട്ട് അയാൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഷെയർസ് വാങ്ങിക്കുന്നു. ദെൻ അതേ സമയത്ത് സൈമിൾട്ടേനിയസ്ലി സെൽ ദ ഫ്യൂച്ചർ ഓൺ സ്റ്റോക്ക് അറ്റ് 1025 സെൽ ഫ്യൂച്ചർ. ഈ 1000 റുപ്പിയുടെ ക്യാഷ് സ്പോട്ട് മാർക്കറ്റിൽ വാങ്ങിക്കുന്നു, എന്നിട്ട് 1025 രൂപയുടെ അതെന്ത് ചെയ്യുന്നു, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ അത് വിൽക്കുന്നു. അതേസമയം അതേ ഷെയർ അവിടെ സെയിം അസറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ സെയിം ടൈം ബൗണ്ടറി ഒക്കെ തന്നെയാണ്. അവിടെ ഇങ്ങനെ വലിയ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. ആ രീതിയിൽ അയാൾക്ക് ആ ഒരു പ്രൈസ് വാല്യൂ എന്താക്കി മാറ്റുന്നു, പ്രോഫിറ്റ് ആക്കിയിട്ട് മാറ്റുന്നു. ദെൻ നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടീഷൻസ് വരുന്നത് ടേക്ക്
ഡെലിവറി ഓഫ് ദ സ്റ്റോക്ക് പർച്ചേസ് ആൻഡ് ഹോൾഡ് ഇറ്റ് ഫോർ 1 month. ടേക്ക് ഡെലിവറി ഓഫ് ദ സ്റ്റോക്ക് പർച്ചേസ്ഡ് ആൻഡ് ഹോൾഡ് ഇറ്റ് 1 month. ഇപ്പോൾ നമ്മൾ സ്പോട്ട് മാർക്കറ്റിൽ വാങ്ങിച്ച് ഫ്യൂച്ചർ മാർക്കറ്റിലേക്ക് വിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 1 month 3 month ടൈം കിട്ടും. ആ ടൈം വരെ ആ ഒരു അസറ്റ് ഈ ആരാണോ ബൈ ചെയ്തത് അയാൾ എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു. ഓൺ ദ എക്സ്പയറി ഓഫ് ദ ഫ്യൂച്ചർ, അങ്ങനെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ആവുന്ന സമയത്ത് ആ സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും ആ ഒരു പ്രൈസ് ബിക്കം ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, പ്രോഫിറ്റ് ആക്കി ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ആ ഒരു പൊസിഷൻസ് ക്ലോസ് ചെയ്യാണ് ചെയ്യുക. സപ്പോസ് ഇനി മറ്റൊരു കണ്ടീഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഷെയർ ക്ലോസ് ചെയ്യുന്നത് 1015, അതായത് 1015 രൂപയ്ക്കാണ് ക്ലോസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഷെയർ സെല്ല് ചെയ്യുന്നത് 1015 രൂപക്കായിരിക്കും. അപ്പോൾ ഒരു റിസ്ക്ലെസ് പ്രോഫിറ്റ് അയാൾക്ക് ഒരു ആർബിട്രേജറിന് അക്വയർ ചെയ്യാൻ പറ്റും. അതായത് 1000 രൂപയുടെ ഷെയർ സ്പോട്ടിൽ വാങ്ങിച്ചു, ആ ഷെയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 1015 രൂപയായി. അപ്പോൾ 15 രൂപ അയാൾക്ക് സ്പോട്ട് മാർക്കറ്റിൽ നിന്ന് തന്നെ അയാൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഇനി ഇതല്ലാത്തൊരു കണ്ടീഷൻ ഫ്യൂച്ചർ പൊസിഷനിലാണ്. ഫ്യൂച്ചർ പൊസിഷൻ എക്സ്പയർ വിത്ത് പ്രോഫിറ്റ് ഓഫ് 10 രൂപ. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടിൽ 1000 എന്നുള്ളത് ചേഞ്ച് ചെയ്തു 1015 സ്പോട്ട് പ്രൈസ് നമ്മൾ ആൾറെഡി പ്രീഡിറ്റർമിൻഡ് ഡിസൈഡ് ചെയ്തിട്ട് 1025. അപ്പോൾ ഈ 1025 1015 തമ്മിലുള്ള ഡിഫറൻസ് 10 രൂപയാണ് അയാൾക്ക് ഫ്യൂച്ചർ പൊസിഷനിൽ കിട്ടാവുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിസ്ക്ലെസ് പ്രോഫിറ്റ് ഇപ്പോൾ സ്പോട്ട് മാർക്കറ്റിലാണെങ്കിൽ 15, ഫ്യൂച്ചർ മാർക്കറ്റിലാണെങ്കിൽ 10 രൂപയും റിസ്ക്ലെസ് പ്രോഫിറ്റായിട്ട് ഈ ഒരു ആർബിട്രേച്ചർക്ക് ഏൺ ചെയ്യാൻ പറ്റും. ആ എമൗണ്ടിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആൾറെഡി ബോറോ ചെയ്ത എമൗണ്ട് റിട്ടേൺ ചെയ്യാനും കഴിയും. ഈ രീതിയിലാണ് ബൈ സ്പോട്ട് ആൻഡ് സെൽ ഫ്യൂച്ചർ എന്ന് പറയുന്ന സ്ട്രാറ്റജി ആർബിട്രേജർ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബൈ ഫ്യൂച്ചേഴ്സ് ആൻഡ് സെൽ സ്പോട്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സ്, ഇവർ ഫ്യൂച്ചേഴ്സിൽ നിന്നും ബൈ ചെയ്തിട്ട് സ്പോട്ടിൽ എന്ത് ചെയ്യാണ്, വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ when a trader notice that futures price on security seems to be lower than its fair value. ഫ്യൂച്ചേഴ്സ് പ്രൈസ് എന്ന് പറയുന്നത് വില കുറയും എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ സെയിംസ് ടു ബി അണ്ടർ പ്രൈസ്ഡ് ആയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ആ ഒരു റിസ്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ്, ബൈയിങ് ഫ്യൂച്ചേഴ്സ് ആൻഡ് സെല്ലിംഗ് സ്പോട്ട്. ഈ ഒരു സ്ട്രാറ്റജിയിൽ വരുന്നത് ബൈ ദ അണ്ടർ പ്രൈസ്ഡ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ്, അതായത് ഫ്യൂച്ചറിൽ വില കുറയും എന്നുള്ള ഒരു അസംഷനിൽ ആയിരിക്കും ഈ ഒരു ആർബിട്രേജർ ഉണ്ടായിരിക്കുക. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ വാല്യൂ കുറയുന്ന സമയത്ത് അയാൾ വാങ്ങിക്കും. ദെൻ സെൽ ദ അണ്ടർലൈങ് അസെറ്റ് ഇൻ ക്യാഷ് ഓർ സ്പോട്ട് മാർക്കറ്റ്. എന്നിട്ട് സെയിം അസെറ്റ് തന്നെ ക്യാഷ് അല്ലെങ്കിൽ സ്പോട്ട് മാർക്കറ്റിൽ വിൽക്കുകയാണ് ചെയ്യുക. ഇവിടെ ഇൻവെസ്റ്റ് ദ സെയിൽ പ്രൊസീഡ് അണ്ടിൽ ദ മെച്യൂരിറ്റി ഓഫ് ദ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ്. ഇവിടെ നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലായത് കാരണം അയാൾക്ക് അവിടെ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് എപ്പോൾ മാത്രമാണ് പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ, മെച്യൂരിറ്റി ടൈമിൽ മാത്രമാണ് വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജിക്ക് പറയുന്ന മറ്റൊരു പേരാണ് റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ്. അതായത് നേരത്തെ പറഞ്ഞത് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് ആയിരുന്നു, അതിൻ്റെ നേരെ റിവേഴ്സ്. അപ്പോൾ അതേ പേര് തന്നെയാണ് വരിക. ഇവിടെ പറയുന്ന പേര്, ഈ ഒരു സ്ട്രാറ്റജിക്ക് പറയുന്ന പേരാണ് റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ്. അപ്പോൾ വൺ വേർഡൊക്കെ ചോദിക്കുമ്പോൾ റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഫ്യൂച്ചേഴ്സിൽ ബൈ ചെയ്യുക, സ്പോട്ടിൽ സെൽ ചെയ്യുക എന്നത് ഓർമ്മയുണ്ടാവണം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. SBIയുടെ ഷെയർ തന്നെയാണ് 1000 രൂപയാണ് ട്രേഡിംഗ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 1 month SBI ഫ്യൂച്ചേഴ്സ് ട്രേഡ് അറ്റ് അവിടെ ഇങ്ങനെ അതിൻ്റെ വാല്യൂ കുറയാണ്, 965 ആവുകയാണ് എന്ന് തോന്നുന്നു. അത് അണ്ടർ പ്രൈസിലാണ് ഫ്യൂച്ചേഴ്സിൽ വരുന്നത്. അപ്പോൾ ഒരു ആർബിട്രേജർ ആ ഒരു റിസ്ക്ലെസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന മാനർ ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് വൺ സെൽ ദ സെക്യൂരിറ്റി ഇൻ ദ ക്യാഷ് ഓർ സ്പോട്ട് മാർക്കറ്റ് അറ്റ് 1000 രൂപയുടെ ഷെയർസ് അയാൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്പോട്ട് മാർക്കറ്റിൽ വിൽക്കുന്നു. ആൻഡ് സൈമിൾട്ടേനിയസ്ലി അതേ സമയത്ത് തന്നെ അയാൾ എന്ത് ചെയ്യുന്നു, അതേ ഷെയർ ഫ്യൂച്ചറിൽ പോയിട്ട് 965 രൂപയ്ക്ക് അയാൾ പിന്നെയും വാങ്ങിക്കുന്നു. അറ്റ് ഫ്യൂച്ചർ എക്സ്പയറേഷൻ, ഈ വാങ്ങിയ 965 രൂപയുടെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ ദ സ്പോട്ട് ആയിരിക്കില്ല, അത് വരുന്നേ ഉണ്ടായിരിക്കുള്ളൂ. ഇത് സ്പോട്ടും അതേപോലെ തന്നെ ഫ്യൂച്ചർ പ്രൈസും കൺവേർജ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പ്രൈസ് ചേഞ്ച് ഒന്നും ഇല്ല എങ്കിൽ ആ പൊസിഷൻ അവിടെ ഇങ്ങനെ അൺവിൻഡ് ആണ്, അത് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു. സപ്പോസ്
ഇനി ഇതല്ലാത്ത കണ്ടീഷൻ വരികയാണെങ്കിൽ അവിടെ സെക്യൂരിറ്റി ക്ലോസ് ചെയ്യുന്നത് 975 റുപ്പീസ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ബൈ ബാക്ക് ദ സെക്യൂരിറ്റി, അതായത് പ്രൈസ് കുറയുമ്പോൾ അവരെന്ത് ചെയ്യും, തിരിച്ച് ആ വിറ്റത് തിരിച്ചു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ദ ഫ്യൂച്ചർ, മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത് ദ ഫ്യൂച്ചേഴ്സ് പൊസിഷൻ എക്സ്പയർ വിത്ത് പ്രോഫിറ്റ് ഓഫ് 10 റുപ്പി. ഇപ്പോൾ ഇവിടെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത് 965 ആയിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ സെക്യൂരിറ്റി പ്രൈസ് ഡിഫറൻസ് ആയി അതിൻ്റെ സെക്യൂരിറ്റി ക്ലോസ് ചെയ്തത് 975 അപ്പോൾ 10 രൂപ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് അക്വയർ ചെയ്യാൻ കഴിയും. ഇവിടെ ഒരു റിസ്ക്ലെസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അയാൾ സ്പോട്ട് മാർക്കറ്റിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ 1000 റുപ്പീസ് ആയിരുന്നു, അത് 975 ആയി. അപ്പോൾ ഒരു 25 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് അയാൾക്ക് ആ രീതിയിൽ ഉണ്ടാക്കാം സ്പോട്ട് പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട്. അതല്ലെങ്കിൽ 10 റുപ്പീസ് അയാൾക്ക് ഫ്യൂച്ചർ പൊസിഷൻസ് യൂസ് ചെയ്തുകൊണ്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ആർബിട്രേജേഴ്സ് യൂസ് ചെയ്യുന്ന 2 സ്ട്രാറ്റജി. ആർബിട്രേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അസറ്റ് അറ്റ് സെയിം ടൈം ഇൻ 2 ഡിഫറെൻറ്റ് മാർക്കറ്റിൽ പ്രീ ഡിഫറൻഷ്യൽ എമൗണ്ട് പ്രൈസ് വേരിയേഷൻ അവരുടെ പ്രോഫിറ്റാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്പ്രെഡ് സ്ട്രാറ്റജീസ് ആണ്. എന്തൊക്കെയാണ് സ്പ്രെഡേഴ്സ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്നാണ് നോക്കാനുള്ളത്. സ്പ്രെഡേഴ്സ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് അനദർ കോമൺ സ്ട്രാറ്റജി യൂസ്ഡ് ബൈ ദ സ്പ്രെഡേഴ്സ്. സ്പ്രെഡിങ് ഇൻവോൾവ് ലെസ് റിസ്ക് കമ്പാരിറ്റീവ്ലി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഹെഡ്ജേഴ്സിനെയും സ്പെക്കുലേറ്റേഴ്സിനെയും ആർബിട്രേജേഴ്സിനെയൊക്കെ നോക്കുകയാണെങ്കിൽ സ്പ്രെഡിങ് എന്ന് പറയുന്നത് റിസ്ക് കുറവായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്. ഇവിടെ ഇങ്ങനെ ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് 1% മാത്രമായിരിക്കും. ഇവിടെ ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കാലണ്ടർ സ്പ്രെഡാണ്. ഇറ്റ് ഈസ് ദ സ്ട്രാറ്റജി ടു ബൈ ആൻഡ് സെൽ ഫ്യൂച്ചേഴ്സ് സൈമിൾട്ടേനിയസ്. ഒരേ സമയം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൈ ആൻഡ് സെൽ ഫ്യൂച്ചേഴ്സിൽ ഒരേ സമയത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയാണ് കാലണ്ടർ സ്പ്രെഡിൽ വരുന്നത്. ദ കോൺട്രാക്റ്റ് വുഡ് ഹാവ് എ സെയിം സ്ട്രൈക്ക് പ്രൈസ് ബട്ട് ഡിഫറെൻറ്റ് എക്സ്പയറേഷൻ ഡേറ്റ്. ഇവിടെ നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷേ അവിടെ ഇങ്ങനെ ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ആ ഡേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ അസ്യൂം സ്പ്രെഡ് പൊസിഷൻ ടേക്കിംഗ് സൈമിൾട്ടേനിയസ്ലി 2 ഓപ്പോസിറ്റ് പൊസിഷൻ ഇൻ 2 ഡിഫറെൻറ്റ് എക്സ്പയറി മന്ത്. ഇവിടെ നമ്മൾ ഒരു സ്പ്രെഡ് സ്ട്രാറ്റജീസിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഇൻവെസ്റ്ററുടെ സ്പ്രെഡ് പൊസിഷൻ എന്ന് പറയുന്നത് ടേക്കിംഗ് സൈമിൾട്ടേനിയസ്ലി 2 ഓപ്പോസിറ്റ് പൊസിഷൻ ഇൻ 2 ഡിഫറെൻറ്റ് എക്സ്പയറി മന്ത്. അപ്പോൾ 2 മന്തിൽ ഡിഫറൻസ് വരുന്ന സമയത്ത് ആ എക്സ്പയറി ഡേറ്റിൽ വ്യത്യാസം വരികയാണ്. പൊസിഷനൊക്കെ ഓപ്പോസിറ്റ് പൊസിഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ഡിഫറെൻറ്റ് ഡേറ്റിൽ വരുന്ന വേരിയേഷൻസ് അയാൾക്ക് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഗെയിൻ ആക്കിയിട്ട് എടുക്കാൻ കഴിയും. ഇവിടെ മെയിനായിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ലോങ് പൊസിഷൻ ഇൻ സ്റ്റോക്ക് ഇൻ എനി കലണ്ടർ മന്ത് ആൻഡ് എ ഷോർട്ട് പൊസിഷൻ ഇൻ സ്റ്റോക്ക് ഇൻ ഡിഫറെൻറ്റ് കലണ്ടർ മന്ത്. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആണ്, ഷോർട്ട് പൊസിഷൻ സെല്ലിംഗ് ആണ്. അത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊസിഷൻസ് കലണ്ടർ മന്ത് ഇൻ എനി കലണ്ടർ മന്തിൽ യൂസ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് കലണ്ടർ മന്തിലെ ഷോർട്ട് പൊസിഷൻ യൂസ് ചെയ്തുകൊണ്ടോ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിസ്കിനെ ഓവർകം ചെയ്യാൻ പറ്റും. കലണ്ടർ സ്പ്രെഡിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ലോങ് ഇൻ ജൂൺ നിഫ്റ്റി ഫ്യൂച്ചർ, അതേപോലെ തന്നെ ഷോർട്ട് ഇൻ ഓഗസ്റ്റ് നിഫ്റ്റി ഫ്യൂച്ചർ. ഇതാണ് മെയിനായിട്ട് കലണ്ടർ സ്പ്രെഡ്, അതായത് ആ ഒരു ടൈം. അതേപോലെ തന്നെ ആ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോങ് ഇൻ ജൂൺ നിഫ്റ്റി ഫ്യൂച്ചറും അതേപോലെ ഷോർട്ട് ഇൻ ഓഗസ്റ്റ് നിഫ്റ്റി ഫ്യൂച്ചറുമാണ്. The investor can assume a calendar spread position today after some days or before one of the stock futures get expire. The investor would close out the spread position by reversing both the legs simultaneously. അപ്പോൾ ഇവിടെ ഇവർ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് സൈമിൾട്ടേനിയസ്ലി ഉപയോഗിക്കുകയാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാങ്ങി എന്നിട്ട് ആ ഫ്യൂച്ചറിൻ്റെ ഡേറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ് സെല്ലിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെയൊന്നും വരുന്നില്ല. അറ്റ് എ ടൈം ഒരേ സമയത്ത് അത് ആ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തിക്കൊണ്ട് ആ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുകയാണ് സ്പ്രെഡേഴ്സ് ചെയ്യുന്നത്. ഇപ്പോൾ റിസീവിങ് ദ സ്പ്രെഡ് ഇൻവോൾവ് ബൈയിങ് നിയർ മന്ത് ഫ്യൂച്ചർ സൈമിൾട്ടേനിയസ്ലി
selling far month future and paying spread position means selling near month future and buying far month ഫ്യൂച്ചർ. അപ്പോൾ അത് ആ ഒരു പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കുക. റിസീവിങ് ദ സ്പ്രെഡ് ഇൻവോൾവ് ബൈയിങ് നിയർ മന്ത് ഫ്യൂച്ചർ, അതായത് തൊട്ട് നെക്സ്റ്റ് മന്തിലോ അല്ലെങ്കിൽ വിത്തിൻ ഷോർട്ട് ടൈമിനുള്ളിൽ ക്ലോസ് ആവുന്ന രീതിയിലുള്ള ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യും. അതോടൊപ്പം തന്നെ സെല്ലിങ് ഫാർ മന്ത് ഫ്യൂച്ചേഴ്സും. അവിടെ സെല്ലിങ്ങിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് അവരെങ്ങനെയാണ് ഓപ്പോസിറ്റ് പൊസിഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിയർ മന്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ അവർ ഫാർ മന്ത് ഫ്യൂച്ചർ യൂസ് ചെയ്യും. പേയിങ് സ്പ്രെഡ് പൊസിഷൻ മീൻസ് സെല്ലിങ് നിയർ മന്ത്. ഇനി നേരെ തിരിച്ച്, ഇപ്പോൾ സെല്ലിങ്ങിൽ നിയർ മന്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബൈയിങ്ങിൽ ഫാർ മന്ത് ഫ്യൂച്ചേഴ്സ് ഉപയോഗിക്കുക. ഈ രീതിയിൽ സൈമിൾട്ടേനിയസ്ലി ആ ഒരു ഓപ്പോസിറ്റ് പൊസിഷൻ അക്വയർ ചെയ്തുകൊണ്ട് അതിനെ പ്രോഫിറ്റബിൾ ആക്കിയിട്ട് മാറ്റുക. ആ രീതിയിലാണ് ഈ സ്പ്രെഡേഴ്സ് ആർബിട്രേജേഴ്സിൽ വരുന്ന ആ ഒരു ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇവിടെ വൺ സ്പ്രെഡ് റിസീവ് ഈസ് ഗ്രേറ്റർ ദാൻ സ്പ്രെഡ് പെയ്ഡ് ദ ഇൻവെസ്റ്റർ ഗെറ്റ് എ പ്രോഫിറ്റ് ആൻഡ് വെൻ സ്പ്രെഡ് റിസീവ് ഈസ് ലെസ്സർ ദാൻ സ്പ്രെഡ് പെയ്ഡ് ഈസ് ഹി ഇൻകർ എ ലോസ്. ഓക്കെ, താങ്ക് യു.